ആഷിക, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. വിസ്ഡമില്ലാത്ത കൂട്ടരും വിചാരമില്ലാത്ത കേന്ദ്രവും എന്ന് പറഞ്ഞിട്ടായിട്ടിരുന്നത്. എന്തേ വന്നില്ല എന്ന് ഓർത്തതേ ഉള്ളൂ, അപ്പോഴേക്കും വന്നു. കുട്ടികൾ സുംബ കളിക്കട്ടെ, ആരോഗ്യമുള്ളവരായി വളരട്ടെ എന്നാണ് പറയുന്നത്. അപ്പം ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, സുംബ വലിയൊരു വിവാദ വിഷയമായി മാറി. സ്കൂളുകളിൽ ലഹരി വിരുദ്ധ പരിപാടികളുടെ പ്രചരണത്തിന്റെ ഭാഗമായി നടത്തേണ്ട ഒരു പരിപാടികൾ ഒന്നായി സുംബ നടത്തണമെന്നും സ്കൂൾ പ്രവർത്തനം കഴിയുന്നതിന് ശേഷമാണ് നടപ്പിലാക്കേണ്ടതെന്നൊക്കെ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ വന്നിരുന്നു. അപ്പോൾ അല്പവസ്ത്രധാരികളായ കുട്ടികൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചിടപഴകി കളിക്കുന്ന സുംബ അടിച്ചേൽപ്പിക്കലാണെന്നും ഏഭ്യത്തരമാണെന്നും അഴിഞ്ഞാട്ടമാണെന്നും പറഞ്ഞുകൊണ്ട് മൗദൂദി പ്ലാറ്റ്ഫോമായ വിസ്ഡം രംഗത്ത് വരുന്നു. എതിർ ശബ്ദമായി സമസ്ത വരുന്നു. അപ്പോൾ ഇതേ ഘട്ടത്തിൽ തന്നെയാണ് ഇതിനെ എതിർത്തുകൊണ്ട് RSSന്റെ പ്രചാരകനായ ആർ സഞ്ജയൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ആർ സഞ്ജയൻ ഭാരതി വിചാരകേന്ദ്രം എന്ന് പറയുന്ന പി പരമേശ്വരൻ എന്ന RSSന്റെ താത്വികാചാര്യൻ രൂപം കൊടുത്ത സംഘടനയാണ്. ആ സംഘടനയുടെ നിലവിലെ പ്രതിനിധിയാണ്. മാത്രമല്ല കേസരി പത്രത്തിൻ്റെയൊക്കെ മുഖ്യപത്രാധിപനായൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ആ സഞ്ജയൻ പറയുന്നതും സുംബ ഈ നാടിൻ്റെ സാംസ്കാരിക തനിമയെ തകർക്കുമെന്നും നമ്മുടെ നാട്ടിലേക്കുള്ള കടന്നുവരവാണ്, അധിനിവേശമാണ്, സംസ്കാരത്തെ തകർക്കും. അതുമാത്രമല്ല യോഗ പഠിപ്പിക്കുന്ന ആളുകൾക്കുള്ള ഒരു എതിർപ്പായിട്ടാണ് സർക്കാർ ഇതിനെ കാണുന്നതടക്കമുള്ള ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സൈഡിൽ മറ്റൊരു വശത്ത് കുട്ടികളെ ലൈംഗികമായി അല്ലെങ്കിൽ ആ ഒരു വെർഷനിൽ ചിത്രീകരിക്കുമ്പോൾ RSS ഇവിടെ സാംസ്കാരികമായ അധിനിവേശം എന്ന് പറഞ്ഞ മറ്റൊരു ടൂളാണ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിനെ വിശകലനം ചെയ്യുകയാണ്. നോക്കൂ ആഷിക്, ഇത് നമ്മൾ സർക്കാർ ഒരു പ്രവർത്തനം നടത്തുന്നു, അത് സ്കൂളിലാണ് നടത്തുന്നത്. സർക്കാരിൻ്റെ പോളിസി മേക്കിങ്ങുകൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലെ പോളിസി മേക്കിങ്ങുകളൊക്കെ സർക്കാർ വിദഗ്ധരമായി ആലോചിച്ചതിന് ശേഷം രൂപീകരിക്കുന്നതാണ്. നമ്മളുടെ സിലബസുകളായിക്കൊള്ളട്ടെ, നമ്മളുടെ എന്ത് പരിപാടിയാണെങ്കിലും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളെല്ലാം വിദഗ്ധ അഭിപ്രായങ്ങൾ തേടി ബോർഡുകൾ രൂപീകരിച്ച് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചെടുക്കുന്ന ഡിസിഷനാണ്. അത് മതസ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ RSS പോലെയുള്ള സംഘടനകളുടെയോ ഓഫീസുകളിൽ പോയി എഴുതി ഓക്കെ ഞങ്ങളിത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഒപ്പിട്ട് മേടിച്ചിട്ട് വന്ന് ഇവിടെ പ്രവർത്തനം നടത്തേണ്ട ആവശ്യം സർക്കാരിനില്ല. സുംബ വിഷയത്തിൽ ഭാഗ്യമെന്ന് പറയട്ടെ, സംസ്ഥാന സർക്കാർ കൃത്യമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ അല്ല അടിയുറച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഇത് നടപ്പിലാക്കും. ഒരു സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യങ്ങളിൽ നിന്നും ഒരു മതസ്ഥാപനവും അഭിപ്രായം പറയണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ആഷിക്ക് അറിഞ്ഞിരുന്നോ വിഷയമൊക്കെ? തീർച്ചയായും മനുജ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരിത് ഈ സൂംബ ഡാൻസ് ഏത് രീതിയിലാണ് ഇവരിത് കാണുന്നത് എന്നുള്ളതാണ്. ഒരു വിഭാഗം കാണുന്നു, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കിടന്ന് തുള്ളുന്ന ഒരു കലയാണ് സൂംബ എന്ന് പറയുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം പറയുന്നു സംസ്കാരത്തെ നശിപ്പിക്കുന്നു. ഇവരെന്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ മനുജയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരിക്കും, മനുജ ഒരു ഫിസിക്കൽ ട്രെയിനർ കൂടിയാണ്. ഈ സൂംബ കളിക്കുന്നത് കൊണ്ട് കാർഡിയാക്കിനുള്ള എക്സസൈസ് എത്രമാത്രമാണ്, നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന ബെനഫിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാമായിരിക്കും. ഈ രീതിയിൽ അവരെന്താ ചിന്തിക്കാത്തത് എന്നാണ് മനസ്സിലാവാത്തത്. കാരണം ഒരു സൂംബ ഡാൻസ് കളിക്കുന്നതിലൂടെ അവരുടെ ശരീരത്തിനുണ്ടാവുന്ന ഊർജ്ജവും എനർജിയും എത്രമാത്രമാണ് എന്ന് ചിന്തിക്കാതെ ഇതിനെ മറ്റു രീതിയിലേക്ക് വഴിതിരിച്ചു വിടുമ്പോഴാണ് അതിലെ അപകടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് RSS പ്രചാരകൻ ആർ സഞ്ജയൻ പറഞ്ഞ വാക്കുകൾ, അതിൽ ചില വാക്കുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം അദ്ദേഹം പറയുന്നത് ലഹരി തടയാൻ ഇത്തരത്തിലുള്ള മാർഗങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല, കാരണം ഇതിൻ്റെ വേരെറുക്കണം, കേരളത്തിലേക്ക് ലഹരി കടത്തുന്നവരെ കണ്ടുപിടിച്ച് അവർക്ക് നേരെ തിരിയണം എന്നൊക്കെ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഈ സൂംബ ഡാൻസിലൂടെ സ്കൂളുകളിൽ കുട്ടികൾക്കുണ്ടാവുന്ന ഒരു ഫിസിക്കൽ എനർജി, കാരണം ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് കളിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങി കളിക്കാനുള്ള ഒരു അവസരമില്ല. കാരണം പഠനം മൊത്തം ഓൺലൈനായി മാറിയിരിക്കുന്നു. വീടുകളിൽ ചെന്നാൽ പോലും വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നില്ല. അപ്പോൾ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ശരീരം നല്ല ഊർജ്ജത്തോടെ ഇരുന്നാൽ തന്നെയാണ് മനസ്സ് നന്നായി വർക്ക് ചെയ്യുള്ളൂ, അവർക്ക് നന്നായി പഠിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിനെ മറ്റു രീതിയിലേക്ക് വഴിതിരിച്ചു വിടാതെ അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യം വെക്കുന്നത്, ഈ വിദ്യാർത്ഥികൾ കൊച്ചു കുട്ടികളെ ആണും പെണ്ണും ഒരുമിച്ച് തുള്ളുക എന്നൊക്കെ പറഞ്ഞത് ആ രീതിയിൽ ചിത്രീകരിക്കുന്നത് എന്തൊരു മോശമായ കാര്യമാണ്. നോക്കൂ ആഷിക്ക്, ഇതിനകത്തൊരു പ്രധാന കാര്യം, ഈ അടിസ്ഥാനപരമായി ഇവർക്കൊക്കെ പ്രശ്നം ഇവർ പറഞ്ഞത് സാംസ്കാരികമായി അടിച്ചേൽപ്പിക്കലാണ്. നോക്കൂ, ഈ വസ്ത്രം, നീ ഇടുന്ന ഷർട്ട്, പാൻസ്, ഇതിനകത്തൊക്കെ നമ്മുടെ സംസ്കാരം എവിടെ ഉള്ളത്? നമ്മൾ സ്ത്രീകൾ, ഇവിടെ ഞാൻ ഒന്നും പറയുന്നില്ല, സ്ത്രീകൾ മേൽവസ്ത്രം ധരിക്കാൻ വേണ്ടി എത്ര വർഷമായി കേരളത്തിൽ. ഇപ്പം നമ്മൾ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ ഏത് സംസ്കാരത്തിലേക്കാണ് തിരിച്ചു പോകേണ്ടത്? ആരുടെ സംസ്കാരത്തിലേക്കാണ് തിരിച്ചു പോകേണ്ടത്? നമുക്കങ്ങനെ പറയാനും എഴുതാനും ഒരു സാംസ്കാരിക പാരമ്പര്യ മഹത്തരമായ ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങൾ നോക്കൂ, ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വി ഓൾ ആർ ഫ്രം ആഫ്രിക്ക എന്നാണ്.
അത് നമ്മളെല്ലാവരും ആഫ്രിക്കയിൽ നിന്ന് ഉദയം ചെയ്ത് പിന്നീട് ലോകം ഭൂഖണ്ഡങ്ങളൊക്കെ നടന്നു കയറി ഉണ്ടായ ഒരു മനുഷ്യകുലമാണ്. നമ്മൾ ഡിഗ് ചെയ്ത് അല്ലെങ്കിൽ കുഴിച്ചെടുത്ത് പോകുമ്പോൾ ഏത് സംസ്കാരം വരെ നമ്മൾ കുഴിച്ചെടുക്കും, എവിടെ വരെ പോയി നിൽക്കും നമ്മൾ. അതുകൊണ്ട് നമ്മൾ സംസ്കാരത്തിൻ്റെ അടിച്ചേൽപ്പിക്കലാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇടുന്ന വസ്ത്രമായിക്കോട്ടെ, ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, നമ്മളിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്കിൻ്റെ ഭാഗമായി നമ്മൾ പലയിടങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ തലമുടി ഇങ്ങനെ വെട്ടുന്നതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണടയായിക്കൊള്ളട്ടെ, എന്താണ് അങ്ങനെ അല്ലാത്തത്? ഈ ഒരു പാരസ്പര്യം അല്ലെങ്കിൽ സാംസ്കാരികമായി കൈമാറ്റം, ഇവിടുന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മളുടെ അവിടുന്ന് ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു, ടൂറിസം വികസിക്കുന്നു. നമ്മൾ സാംസ്കാരികമായി എപ്പോഴും കൈമാറ്റങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ലോകം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സാംസ്കാരികമായി അടിച്ചേൽപ്പിക്കലാണെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി നമുക്കറിയാം സുംബ എന്ന് പറയുന്ന അതൊരു നൃത്തരൂപമായാണ് ഇവരെല്ലാം കാണുന്നത്. അതൊരു നൃത്തരൂപമല്ല എന്നും അടിസ്ഥാനപരമായ ഒരു കാർഡിയോ വർക്കൗട്ട് ആണ് എന്നുള്ളതും അത് നമ്മുടെ കാർഡിയക് മസിൽസിന് കൊടുക്കുന്ന എൻഡ്യൂറൻസ് എന്തൊക്കെയാണെന്നും അത് നമുക്ക് കൊടുക്കുന്ന ഫിസിക്കൽ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്നും അത് നമുക്കുള്ള മസിൽ ഡെവലപ്മെൻറ്റ്സിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഏറ്റവും ഉപരിയായിട്ട് ഉണ്ടാകുന്ന ഇമോഷണൽ വെൽബീയിങ്ങിനും അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് സംസാരിക്കണം. മാത്രമല്ല അത് ഇവിടെ ആരും സംസാരിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഇപ്പൊ ഏതൊരു മാധ്യമം എടുത്തു നോക്കിയാലും ഇതിന്റെ ഈ വശങ്ങൾ മാത്രമാണ് സമൂഹത്തിലേക്ക് എത്തുന്നത്. ഇത് എന്താണ് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇതുകൊണ്ട് ഉണ്ടാവുന്നത് എന്ന് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഒരു ചാനലും ഇതിനെപ്പറ്റി ചർച്ച വയ്ക്കുന്നില്ല, ഒരാളും ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. എല്ലാവർക്കും അറിയേണ്ടത് ഇത് സംസ്കാരത്തെ നശിപ്പിക്കുമോ അതോ ആണും പെണ്ണും കൂടി തുള്ളുമോ എന്നത് മാത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്യപ്പെടുന്ന ഏരിയ. ഇതുകൊണ്ട് ശരീരത്തിനുണ്ടാവുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ എക്സസൈസ് കൊണ്ട് ബോഡിക്ക് ഉണ്ടാവുന്ന മറ്റ് ബെനിഫിറ്റുകൾ എന്താണെന്നൊന്നും ആരും ഇവിടെ സംസാരിക്കുന്നില്ല. അതല്ലേ ഇതിലെ ഏറ്റവും വലിയ അപകടം. തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും മനസ്സിലാവാത്ത പോലെയാണ്. അതായത് അടിസ്ഥാനപരമായി നമ്മൾ കൺസർവേറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്നും ഈ മാറ്റങ്ങൾ വരുമ്പോൾ അവിടെ എപ്പോഴും പ്രതികരിക്കും. ഇപ്പം അയ്യങ്കാളി ആദ്യമായിട്ടൊരു ദളിത് വിദ്യാർത്ഥിയെ സ്കൂളിൽ ചേർത്ത സമയത്ത് വിദ്യാർത്ഥിയെ സ്കൂളിൽ കയറ്റാൻ അവർ അനുവദിച്ചിരുന്നില്ല. നിങ്ങളുടെ പാഠങ്ങളിൽ ഞങ്ങൾ മുട്ടിപ്പുല്ല് വളർത്തുമെന്ന് പറഞ്ഞ് സമരം, കേരളത്തിലകത്തെ സമരമാണ് അയ്യങ്കാളുടെ നേതൃത്വം നടക്കുന്നത്, വിദ്യാഭ്യാസ സമരം നടക്കുന്നു. അതിനുശേഷമാണ് ദളിത് സ്കൂളിൽ കയറുക. അപ്പോഴും അജിറ്റേറ്റഡായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. വില്ലുവണ്ടി സമരം വന്നപ്പോൾ അങ്ങനെ ഉണ്ടായി. ഇങ്ങനെ എത്രയോ കാലങ്ങളിലൂടെയാണ് നമ്മൾ സാംസ്കാരികമായി ഉന്നമനത്തിലേക്ക് മാറ്റങ്ങളിലേക്ക് വന്നത്. അപ്പോൾ അതിനെല്ലാം വിസ്മരിച്ചുകൊണ്ട് സാംസ്കാരികമായി അടിച്ചേൽപ്പിക്കലാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ അടിസ്ഥാനപരമായി ഈ കൺസർവേറ്റീവ് തിയറി ഉണ്ടല്ലോ, അതായത് മതമൗലികവാദം എന്ന് പറയും, ഇതുകൊണ്ട് പ്രത്യേകിച്ച് നാട്ടിനൊരു പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്നും ആളുകൾ പതുക്കെ തെന്നി മാറുമ്പോൾ ഈ പുരോഹിത വർഗത്തിന് അതത്ര പിടിക്കില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിൽ പറഞ്ഞുകൊണ്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി കാണിക്കുന്ന പൊളിറ്റിക്കൽ ഗിമിക്സുകൾ മാത്രമാണ്. എനിക്ക് ദയവ് ചെയ്ത് സംസ്ഥാന സർക്കാരിനോട് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന നിലപാട് തുടർന്നും എടുക്കുക. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തെട്ടൂരം കാണിക്കുമ്പോൾ നിലപാടിൽ നിന്ന് മാറരുത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതൊക്കെ നല്ലത്. പിണറായി വിജയൻ ഇവരൊന്നും പറഞ്ഞിട്ടില്ല. നാളെ സമസ്തയുമായും ചർച്ച ചെയ്തല്ല RSSുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് കൈ കൊടുക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്.